പവർ പാണ്ടി കീരിയുടെ ലൂട്ടി. ഒരു കാലത്ത് കട്ടിയുള്ളൊരു കാട്ടിൽ ഒരു കീരിപ്പുള്ള ഉണ്ടായിരുന്നു. നമ്മുടെ ആളുടെ പേര് പാണ്ടി. പക്ഷെ മറ്റു കീരികളെ പോലെ സാധാരണക്കാരനല്ല അവൻ. അവനൊരു വിചിത്രമായ ശക്തിയുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് തൊട്ടാൽ അവരുടെ സ്പെഷ്യൽ പവർ ഒറ്റ നിമിഷം കൊണ്ട് സക്ന്ന് വലിച്ചെടുക്കും. ഒരു ദിവസം രാവിലെ പാണ്ടി സ്റ്റൈലായി നടന്നു വരികയായിരുന്നു. അപ്പോൾ അവിടെ ഒരു മുയൽ പാഞ്ഞോടി വരുന്നത് കണ്ടു. പാണ്ടി പതുക്കെ കാലു നീട്ടി മുയലിൽ നിന്ന് തട്ടിയെടുത്തു. ഡേ തമ്പി നിക്കടാ, അത്രയേ ഉള്ളൂ. മുയലിന്റെ വേഗം മുഴുവൻ പാണ്ടിയിലേക്ക് മാറി. പാവം മുയൽ അവിടെ സ്ലോ മോഷനിൽ നടക്കാൻ തുടങ്ങി. നമ്മുടെ പാണ്ടി ഇപ്പോ കാട്ടിനുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ പോലെ പറക്കുന്നു. അടുത്ത ടാർഗറ്റ് കരടി. പാണ്ടിക്ക് ആശ തീർന്നില്ല. വേഗം മാത്രം പോരാ, കുറച്ച് ബലവും വേണമെന്ന് വിചാരിച്ചു. അപ്പോഴവിടെ ഒരു വലിയ കരടി തേനെടുക്കുകയായിരുന്നു. പാണ്ടി ചെന്ന് കരടിയുടെ വാലിലൊന്ന് കുത്തിപ്പിടിച്ചു. റിസൾട്ട് കരടി പഞ്ഞിക്കെട്ടുപോലെ ആയിപ്പോയി. ഇപ്പൊ പാണ്ടിക്ക് ആനയുടെ ബലം. ഒരു പാറ ഒറ്റ വിരലിൽ തന്നെ എടുത്തെറിയുന്നു. ഇതെല്ലാം കണ്ട് കാട്ടുരാജാവ് സിംഹം ടെൻഷനായി. ഏയ്, ഇവിടെ എന്താ നടക്കുന്നത്? എന്റെ കാട്ടിലിങ്ങനെ അട്ടഹാസം ചെയ്യുന്നവൻ ആര് എന്ന് ഗർജിച്ചു വരുന്നു. പാണ്ടിക്ക് ഒരു പേടിയുമില്ല. സിംഹം ചാടി വരുമ്പോൾ നൈസായി കുനിഞ്ഞ് സിംഹത്തിന്റെ കാലിലൊന്ന് ടച്ച് കൊടുത്തു. സിംഹത്തിന്റെ അവസ്ഥ പാവം. ഗർജുന ശബ്ദം പോയി. മ്യാവുന്ന് പൂച്ച പോലെ വിളിക്കാൻ തുടങ്ങി. ഇപ്പം പാണ്ടി സിംഹത്തിന്റെ രാജകീയ ഗൗരവത്തോടെ ഗർജിക്കുന്നു. കാട് മുഴുവൻ നടുങ്ങി. പക്ഷെ കേൾക്കൂ, എല്ലാ പവറും വലിച്ചെടുത്ത പാണ്ടിക്ക് ഒരു പ്രശ്നം വന്നു. ഇത്രയും പവർ ഒരേ ചെറിയ ശരീരത്തിൽ വെക്കാൻ പറ്റിയില്ല. ശരീരം പുസ്സെന്ന് ബലൂൺ പോലെ വീർത്തു തുടങ്ങി. അപ്പോഴാണ് പാണ്ടിക്ക് മനസ്സിലായത്, മറ്റുള്ളവരുടെ പവർ മോഷ്ടിച്ച് ജീവിക്കുന്നതിൽ ഗത്തില്ല. സ്വന്തം പരിശ്രമത്തിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥ സമാധാനം. പയ്യൻ എല്ലാ പവറും അവർക്കവർക്ക് തിരിച്ചു നൽകി. പിന്നെ പഴയപടി ഒരു കീരിപ്പുള്ളയായി സന്തോഷത്തോടെ ജീവിച്ചു.